नमस्कार दोस्तों। കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രാമനവമി സമയത്ത് ആഗ്രയിൽ പശുവിനെ കശാപ്പ് ചെയ്യുകയായിരുന്ന ചിലരെ പിടികൂടിയിരുന്നു. ഇതൊന്ന് ആഗ്രയിൽ വർഗീയ സംഘർഷത്തിന് കാരണമായി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 2022 ഓഗസ്റ്റിലും സമാനമായ ചിലത് സംഭവിച്ചു. ഉത്തർപ്രദേശിലെ കനൌജ് ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് മുന്നിലേക്ക് ആരോ മാംസം വലിച്ചെറിഞ്ഞു. ഇതും വർഗീയ കലാപത്തിലേക്ക് നയിക്കുന്നു. 2020 മെയ് മാസത്തിലും സമാനമായ ചിലത് സംഭവിച്ചു. കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ആരോ ഇറച്ചി വലിച്ചെറിഞ്ഞു. 2024 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ പശുക്കളെ കശാപ്പ് ചെയ്യുന്ന ചിലരെ പിടികൂടി. ഈ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തി ഹിന്ദുക്കളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്ന ഇവർ ആരാണ്? ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. ആദ്യ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത നോക്കൂ. പശുവിനെ കൊന്നതിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ ഹിന്ദു മഹാസഭയിലെ ചില പ്രവർത്തകരാണെന്ന് UP പോലീസ് പറയുന്നു. അവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ സംഭവത്തിൽ ചഞ്ചൽ ത്രിപാഠി എന്ന വ്യക്തി ശിവക്ഷേത്രത്തിന് മുന്നിലേക്ക് മാംസം വലിച്ചെറിയാൻ ആളെ ഏർപ്പാടാക്കി. ഇതിനായി അയാൾ ഒരു മുസ്ലിം കശാപ്പുകാരന് 10,000 രൂപ നൽകി. SHO ആയ ഹരിശ്യാം സിംഗിനോട് പ്രതികാരം ചെയ്യാനാണ് അയാൾ ഇത് ചെയ്യിപ്പിച്ചത്. മൂന്നാമത്തെ സംഭവത്തിൽ കോയമ്പത്തൂർ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഹരിറാം പ്രകാശ് എന്നയാളാണ് ഇറച്ചിയെറിഞ്ഞത്. തൊഴിൽ രഹിതനായ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. നാലാമത്തെ സംഭവം മൊറാദാബാദിൽ പശുവിനെ കൊന്നതിന് 4 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. അതിലൊരാൾ ബജ്രംഗ് ദളിന്റെ നേതാവായിരുന്നു. ഒരു മുസ്ലിമിനെ കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അതിനായി അവർ സ്വയം ഒരു പശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ആശ്ചര്യമെന്തെന്നാൽ ഇത് ചെയ്യുന്നതിന് അയാൾ മറ്റൊരു മുസ്ലിമിന്റെ സഹായം തേടി എന്നതാണ്. ഈ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ കേട്ട് നിങ്ങൾ നെട്ടിപ്പോയെങ്കിൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. വാട്സാപ്പിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രവർത്തിക്കുന്ന ഒരു ഭയങ്കര മാഫിയ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്യുക, ഏകാധിപതിയുടെ കളിപ്പാവകളാക്കി മാറ്റുക. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ എവിടെയുള്ള ഏകാധിപതിയായാലും അയാൾ എല്ലായ്പ്പോഴും ആ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയാകും പാട്ടിലാക്കാൻ ശ്രമിക്കുക എന്ന് വിശദീകരിച്ചിരുന്നു. ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായം ഹിന്ദുക്കളാണ്. വാട്സാപ്പിലെ മാഫിയ ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന് 4 വകുപ്പുകളുണ്ട്. ഒന്നാമത്തെ വകുപ്പ് നിങ്ങളിൽ അഭിമാനവും അഹങ്കാരവും നിറയ്ക്കുന്നു. നിങ്ങൾ ഹിന്ദു ആയതിനാൽ നിങ്ങൾ വലിയവനാണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് സവർണ ഹിന്ദു ആയവരോട് അതിൽ അഭിമാനിക്കാൻ പറയുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു പ്രത്യേക ജാതിയിലും മതത്തിലും ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ മഹാനാണെന്ന് അവർ പറയുന്നു. हिंदू धर्म में जिस व्यक्ति का जन्म होता है वो व्यक्ति बहुत ही भाग्यशाली होता है. രണ്ടാമത്തെ വകുപ്പ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നൂറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. നിങ്ങളൊരു പാവം ഇരയാണെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾ അപകടത്തിലാണെന്ന് മൂന്നാമത്തെ വകുപ്പ് നിങ്ങളോട് പറയുന്നു. ആരാണ് നിങ്ങൾക്ക് ഭീഷണിയെന്നും അവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാമെന്നും നിങ്ങളോട് പറയുന്നു. നാലാമത്തെ വകുപ്പ് നരേന്ദ്രമോദിയെ ഒരു മിഷിഹ ആക്കുന്നു. നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമാണെന്ന് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം വോട്ട് ചെയ്യണം. दुनिया सबसे बेस्ट प्राइम मिनिस्टर है. पाप जो पैदा किया उससे बड़ा मोदी है. उतना वो भगवान है. भगवान भारत के भगवान का वरदान बन के आए हैं. ഈ വീഡിയോയിൽ 3ഉം 4ഉം വകുപ്പുകൾ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എന്താണ് അവരെ കാണിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ചരിത്രപരമായി പല രാജ്യങ്ങളിലും ഏകാധിപതികൾ ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാനോ ജർമ്മനിയോ ചിലിയോ റുവാണ്ടയോ ആകട്ടെ. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തെയാണ് എല്ലാ ഏകാധിപതികളും ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനിൽ സുന്നി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അതിനാൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ രാജ്യത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ഷിയ മുസ്ലിങ്ങൾ, അഹമ്മദിയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സൂഫി മുസ്ലിങ്ങൾ പോലും അവർക്ക് ഭീഷണിയാവുന്നുണ്ടെന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. 2021 BBC അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാണിക്കുന്നത് വിദ്വേഷ പ്രൊപ്പഗാൻഡകൾ കുത്തിനിറച്ച് കുട്ടികളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങളാണ്. ഹിന്ദുക്കളും സിഖുകാരും ദശലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയതിന്റെ കഥകൾ അവർ കുട്ടികളോട് പറയുന്നു. मेरे पास मुताला पाकिस्तान बुक है और ये 11वीं और 12वीं जमात के लिए है. पेज नंबर 33 पे ये लिखा हुआ है: इंसानियत दुश्मन हिंदुओं और सिखों ने हजारों बल्कि लाखों औरतों, बच्चों, बूढ़ों और जवानों की इंतहाई बेदर्दगी और संगदिली से कत्ल किया और बेआबरू किया. ഇത് മാത്രമല്ല, ജൂതന്മാരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് വിളിക്കുന്നു. 2016ലെയും 2021ലെയും ഈ റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു. ഈ വെറുപ്പിന്റെ എല്ലാം ഫലം എന്തെന്നാൽ പാകിസ്ഥാൻ ഇന്ന് വളരെ ദയനീയ അവസ്ഥയിലെത്തിയെന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ലോകബാങ്ക് റിപ്പോർട്ട് നോക്കൂ. 40% പാകിസ്ഥാനികളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് IMF പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഏകദേശം 25%
പണപ്പെരുപ്പത്തിലേക്ക് എത്തുമെന്ന്. മുകളിൽ പറഞ്ഞ വിദ്വേഷ പ്രചാരണത്തിൽ കുടുങ്ങി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതിലൂടെ പാകിസ്ഥാനിലെ ഭൂരിപക്ഷ സമൂഹമായ സുന്നി മുസ്ലിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ഒരു ക്രമസമാധാനവുമില്ലാത്ത, ജീവിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം. ഭൂരിപക്ഷ സമുദായത്തിനുള്ളിൽ ഭയത്തിന്റെ ചിന്ത സ്ഥാപിക്കാൻ വാർത്തകളിൽ കൃത്രിമം കാണിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഉത്തമ ഉദാഹരണം 100 വർഷം മുമ്പ് അമേരിക്കയിൽ കാണാം. 1919 വാഷിംഗ്ടണിൽ 22 വയസ്സുള്ള ഒരു കറുത്തവർഗക്കാരനായ ക്രിമിനൽ ചിലരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ആക്രമണത്തിനിരയായവരിൽ ഒരാൾ കറുത്തവർഗക്കാരിയായ സ്കൂൾ അധ്യാപികയാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു കാര്യം, വാഷിംഗ്ടണിലെ എല്ലാ പത്രങ്ങളും ഒന്നുകിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ വാർത്ത പൂർണ്ണമായും അവഗണിച്ചു. എന്നാൽ 5 ദിവസത്തിനു ശേഷം അതേ ക്രിമിനൽ അതേ നഗരത്തിലെ ഒരു വെള്ളക്കാരിയെ ആക്രമിച്ചത് എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജ് വാർത്തയായി. ഇത് കാരണം ആഴ്ചകളോളം കറുത്തവർഗക്കാരും വെള്ളക്കാരും തമ്മിൽ വാഷിംഗ്ടണിൽ കലാപങ്ങൾ നടന്നു. 39 പേർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളി 1 വർഷത്തിനു ശേഷം മറ്റൊരു മോഷണം നടത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്നു മുതലേ നിലവിലുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം 100 വർഷത്തിനു ശേഷം 2019 ഈ സംഭവത്തിന് ക്ഷമാപണം നടത്തി. അവർ തങ്ങളുടെ വംശീയ ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിലും സമാനമായ കഥകൾ ആവർത്തിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധ വാൾക്കറിന്റെ വാർത്ത നിങ്ങൾ കേട്ടിരിക്കണം. മുസ്ലിം കാമുകൻ അഫ്താബ് അമീൻ പൂനാവാല ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഹിന്ദു സ്ത്രീ. അയാൾ അവളുടെ മൃതദേഹം വെട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. നമ്മുടെ സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഈ സംഭവം എല്ലാം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്താൻ വേണ്ടി ഉപയോഗിച്ചു. ഇക്കാരണത്താൽ മുകേഷ് അംബാനിയുടെ ന്യൂസ് 18 ചാനലിന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി 50,000 രൂപ പിഴ ചുമത്തി. അമീഷ് ദേവ്ഗൻ, അമൻ ചോപ്ര എന്നിവർ അവതാരകരായ 4 ഷോകളും ഇത്തരത്തിൽ വിദ്വേഷം പരത്തിയിരുന്നു. ഇതേ സംഭവത്തിന് ടൈംസ് നൗ നവഭാരതിനും 1,00,000 രൂപ പിഴ ചുമത്തി. സോഷ്യൽ മീഡിയയിലും വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഈ സംഭവം ഉപയോഗിച്ചു. ബോളിവുഡ് നടി സൊനാക്ഷി സിൻഹ തന്റെ മുസ്ലിം സുഹൃത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒരു ഇൻഫ്ലുവൻസർ അപ്ലോഡ് ചെയ്തു. അതിന്റെ ക്യാപ്ഷൻ ശ്രദ്ധ വാൾക്കറിന് സംഭവിച്ചത് കണ്ടതിനു ശേഷം ശത്രുഘ്നൻ സിൻഹ ശ്രീധനത്തിന്റെ പട്ടികയിൽ നിന്ന് ഫ്രിഡ്ജ് നീക്കം ചെയ്തു എന്നായിരുന്നു. എന്റെ അബ്ദുലിന്റെ കാര്യം ഇങ്ങനെയല്ല എന്ന് തലക്കെട്ടോടെയുള്ള ഒരു പ്രോഗ്രാം സുദർശൻ ന്യൂസ് നടത്തി. നിങ്ങളുടെ അബ്ദുൽ അങ്ങനെ തന്നെയാണ് എന്ന് മറ്റൊരു റൈറ്റ് വിംഗ് ഇൻഫ്ലുവൻസർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. സി ന്യൂസ് ഒരു പ്രോഗ്രാം നടത്തുകയും ട്വീറ്റ് ചെയ്യുകയും ചെയ്തത് തങ്ങളുടെ അബ്ദുൽ ഇതുപോലെയല്ലെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഈ കേസ് വലിയ ഒരു ഉദാഹരണമാണ് എന്നാണ്. സ്വാഭാവികമായും വാട്സ്ആപ്പ് മാഫിയ അബ്ദുൽ എന്ന പേര് ഉപയോഗിക്കുകയും നിരവധി വിദ്വേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പോസ്റ്റുകളുടെയും മെസ്സേജുകളുടെയും എല്ലാം ലക്ഷ്യം മുസ്ലിം പുരുഷന്മാരെല്ലാം കൊലപാതകികളാവുമെന്ന് വരുത്തി തീർക്കലായിരുന്നു. ഇവിടെ അബ്ദുൽ എന്ന പേര് എല്ലാ മുസ്ലിങ്ങളെയും സൂചിപ്പിക്കാനുള്ള ഡോഗ് വിസിലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. മുസ്ലിം യുവാവായ ഫയാസ് ഹിന്ദു പെൺകുട്ടിയായ നേഹയെ കൊലപ്പെടുത്തി. ഒരിക്കൽ കൂടി ഈ വലതുപക്ഷ സ്വാധീനമുള്ളവരും വാട്സ്ആപ്പ് മാഫിയ നടത്തുന്നവരും വീണ്ടും സജീവമാവുകയും എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയും വിദ്വേഷം പടർത്താൻ തുടങ്ങുകയും ചെയ്തു. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യുക, അവർ അപകടത്തിലാണെന്ന ഭയം അവരിൽ വളർത്തുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ അപകടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ മോഡിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഇതിൽ ഒരു തെറ്റും കാണില്ല, ഒരു പ്രശ്നവും തോന്നുകയുമില്ല. ഒരു കൊലപാതകി ഉണ്ടായിരുന്നു, കൊലപാതകി മുസ്ലിം ആയിരുന്നു, അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാവും അവരുടെ മനസ്സിൽ. ഇത് തിരഞ്ഞെടുത്ത ഏതാനും സംഭവങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ അവരോട് പറയാൻ ശ്രമിച്ചാൽ അവർ ഇത്തരം 10 സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്യും. ശ്രദ്ധ അഫ്താബ്, നേഹ ഫയാസ്, സാക്ഷി സാഹിൽ ഖാൻ, നികിത തൗസീഫ്, അർഷാദ് പ്രഭ, അങ്കിത ഷാറൂഖ്, ഋതിക സയ്യിദ്, മാൻസി ദീക്ഷിത് മുസമ്മിൽ. ഈ കേസുകളെല്ലാം നിർത്തിക്കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയാണെന്ന് അവർ നിങ്ങളോട് പറയും. ഇവരെല്ലാം കൊലപാതകികളാവാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ സത്യം? ഈ വാർത്ത നോക്കൂ. ശ്രദ്ധ വാൾക്കർ കേസ് നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ പാണ്ഡവനഗറിലെ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. അഞ്ജൻ ദാസ് എന്ന വ്യക്തിയെ ഭാര്യ പൂനം കൊന്നു. പിന്നെ ശ്രദ്ധയുടെ കേസ് പോലെ തന്നെ അയാളുടെ ശരീരം വെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ഇത് മാത്രമല്ല, 3 മാസങ്ങൾക്ക് ശേഷമുള്ള ഈ വാർത്ത നോക്കൂ. നജഫ്ഗഡിന് സമീപമുള്ള മിത്രോൺ ഗ്രാമത്തിൽ സാഹിൽ ഗലോട്ട് എന്നയാൾ തന്റെ ലിവ് ഇൻ പാർട്ണറായ നിക്കി യാദവിനെ കൊന്നതിന് ശേഷം അവളുടെ ശരീരം റെസ്റ്റോറന്റിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ഇതേ ദിവസം തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ 2 കേസുകളുടെയും വിശദാംശങ്ങൾ ശ്രദ്ധ അഫ്താബ് കേസിന് തുല്യമാണ്. ഒരു വ്യത്യാസം മാത്രം, ഈ സംഭവങ്ങളിലൊന്നും ശ്രദ്ധ കേസ് പോലെ ഹിന്ദു മുസ്ലിം ആംഗിളുകളില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല, മാധ്യമങ്ങളും ഈ വാർത്ത നൽകില്ല. ഇനി ഈ റിപ്പോർട്ട് നോക്കൂ. ബീഹാറിലെ വൈശാലി ജില്ലയിൽ അമൻകുമാർ സിംഗ് സോനം പെർവീൻ എന്ന 17 വയസ്സുകാരിയാണ് കൊലപ്പെടുത്തിയത്. ഹിന്ദു ആൺകുട്ടി, മുസ്ലിം പെൺകുട്ടി. അതുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ന്യൂസ് 18 ഹിന്ദി അവരുടെ വെബ്സൈറ്റിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. എന്നാൽ ആൺകുട്ടിയുടെ പേര് അവർ എഴുതിയില്ല. പ്രണയബന്ധമാണ് കൊലപാതകത്തിലെ
ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അവർ പറഞ്ഞു. യുപിയിലെ ഷാംലി ജില്ലയിൽ നിന്നുള്ള ഈ വാർത്ത നോക്കൂ. മുമ്പ് ഈഷ എന്ന നെയ്മ വീട്ടിൽ നിന്ന് ഒളിച്ചോടി അൻഷുവുമായി പ്രണയവിവാഹം കഴിച്ചിരുന്നു. എന്നാൽ മൂർച്ചയേറിയ ആയുധം കൊണ്ട് അൻഷു ഈഷയെ ആക്രമിച്ചു കൊന്ന ശേഷം കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഭർത്താവ് അൻഷു കുറ്റം സമ്മതിച്ചതായി ലോക്കൽ ASP പറഞ്ഞു. റസൂൽപൂർ ഗ്രാമത്തിൽ നിന്നുള്ള ഈ വാർത്ത നോക്കൂ. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് 20-കാരിയായ ഗുൽനാസ് ഖാത്തൂനെയാണ് ഒരാളും സുഹൃത്തുക്കളും ചേർന്ന് ജീവനോടെ ചുട്ടുകൊന്നത്. ആരായിരുന്നു ഇവരുടെ പ്രതി? സതീഷ് കുമാർ റായ്. കഴിഞ്ഞ വർഷം സാക്ഷിയെയും സാഹിൽ ഖാനെയും കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു സംഭവം നടന്നിരുന്നു. ബീഹാറിൽ നിന്നുള്ള ഒരു തൊഴിലാളിയായ രാമാനുജ് സാഹു തന്റെ കുടുംബത്തെ കാണാൻ സൂറത്തിലേക്ക് പോയി. ഭാര്യ രേഖയുമായി വഴക്കിട്ട് രേഖയെ 10 തവണ കത്തികൊണ്ട് കുത്തുന്നു. അയാളുടെ 19 വയസ്സുള്ള മകൾ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളെയും കൊന്നു. നജഫ്ഗഡിൽ നിന്നുള്ള ഈ വാർത്ത നോക്കും. വിപുൽ സിംഗ് എന്നയാൾ മുസ്ലിം സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്ത് കൊല്ലാൻ പരസ്യമായി ആഹ്വാനം നടത്തുന്നു. കർണാടകയിൽ നിന്നുള്ള 5 മാസം മുമ്പുള്ള ഈ റിപ്പോർട്ട് നോക്കൂ. 39-കാരനായ പ്രവീൺ അരുൺ എന്നയാൾ 21-കാരിയായ തന്റെ സഹപ്രവർത്തക ഐനാസ് എന്ന എയർ ഹോസ്റ്റസുമായി സൗഹൃദത്തിലായി. ഐനാസ് അയാളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തിയപ്പോൾ അയാൾ അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കൊല്ലുന്നു. തുടർന്ന് അയാൾ അവളുടെ അമ്മയെയും മൂത്ത സഹോദരിയെയും 14 വയസ്സുള്ള സഹോദരനെയും കൂടി കൊന്നു. ഒരു ഹിന്ദു പുരുഷനും മുസ്ലിം സ്ത്രീയും ആയതിനാൽ പക്ഷപാത മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇതിനെക്കുറിച്ച് വായിക്കാനും കഴിയില്ല. 20 ദിവസം മുമ്പുള്ള ഈ വാർത്ത നോക്കൂ. 26-കാരിയായ റുക്സാർ എന്ന റിയയെ അവളുടെ ലിവ് ഇൻ പാർട്ണർ കൊല ചെയ്ത് അവളുടെ ശരീരം ഒരു അലമാറയിലാക്കുന്നു. വിപുൽ ടൈലർ എന്നയാളാണ് പ്രതി. ദൈനിക് ജാഗരണിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ ലേഖനത്തിൽ എവിടെയും പെൺകുട്ടിയുടെ പേര് പരാമർശിച്ചില്ല. ഇനി ഈ വാർത്ത നോക്കൂ. ബാംഗ്ലൂരിൽ താമസിക്കുന്ന പ്രദീപ് എന്നയാൾ റുക്സാന എന്ന സ്ത്രീയുമായി റിലേഷനിലാവുന്നു. ഇരുവർക്കും ഒരു കുട്ടിയുമുണ്ട്. റുക്സാന അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അയാൾക്കതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ റുക്സാനയെ കൊല്ലുന്നു. കർണാടകയിൽ നിന്ന് ഈ അടുത്തിടെ വന്ന വാർത്തയാണിത്. വിദ്വേഷം വളർത്തുന്ന ട്രോളുകളെ കുറിച്ച് എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ 1-2 വർഷമായുള്ള നിരവധി കേസുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം കൊലപാതകി ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഓരോ ഹിന്ദു പുരുഷന്മാരും ഒരു പൊട്ടൻഷ്യൽ കില്ലർ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായുമില്ല. 55 മുതൽ 60 കോടി വരെ ഹിന്ദു പുരുഷന്മാരാണ് രാജ്യത്ത് താമസിക്കുന്നത്. എല്ലാ ഹിന്ദു പുരുഷന്മാരും ഇങ്ങനെയാണെന്ന് ഈ 20-30 കേസുകളുടെ അടിസ്ഥാനത്തിൽ സാമാന്യവൽക്കരിക്കാൻ പറ്റുകയേയില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സാമാന്യവൽക്കരിക്കാനും സാധ്യമല്ല. രാജ്യത്ത് കോടിക്കണക്കിന് മുസ്ലിം പുരുഷന്മാരുണ്ട്. അവരെല്ലാം കൊലപാതകികളല്ല. ഇനിയാണെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് വിഡ്ഢിത്തമാണെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ വെറുപ്പുള്ള മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. NCRBയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2022 സ്ത്രീകൾക്കെതിരെ 4,50,000 പരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 4,50,000 കുറ്റകൃത്യങ്ങളിൽ 28,522 FIRകൾ കൊലപാതകത്തിന് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ 8,125 ഇരകൾ സ്ത്രീകളാണ്. ഒരു വർഷത്തിനുള്ളിൽ 8,000-ലധികം കൊലപാതകങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചിലത് മുസ്ലിം പുരുഷന്മാരായിരിക്കും, ചിലത് ഹിന്ദു പുരുഷന്മാരായിരിക്കും. എല്ലാ തരത്തിലുള്ള കോമ്പിനേഷനുകളും നമ്മൾക്കിവിടെ കാണാം. ഹിന്ദു പുരുഷൻ, ഹിന്ദു സ്ത്രീ, മുസ്ലിം പുരുഷൻ, മുസ്ലിം സ്ത്രീ, ഹിന്ദു പുരുഷൻ, മുസ്ലിം സ്ത്രീ, അല്ലെങ്കിൽ മുസ്ലിം പുരുഷൻ, ഹിന്ദു സ്ത്രീ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും സംയോജനം നിങ്ങൾ കണ്ടെത്താം. കാരണം 8,000 എന്നത് ഒരു വലിയ സംഖ്യയാണ്. കൊലപാതകം നടത്തിയത് മുസ്ലിം പുരുഷനും ഇര ഹിന്ദു സ്ത്രീയുമാണെന്ന് കാണുമ്പോൾ മാത്രമാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ സംസാരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നാൽ ഹിന്ദു സ്ത്രീയെ ഹിന്ദു പുരുഷൻ കൊന്നുവെന്നോ മുസ്ലിം സ്ത്രീയെ ഹിന്ദു പുരുഷൻ കൊന്നുവെന്നോ കാണുമ്പോൾ ഇക്കൂട്ടർ മിണ്ടാതിരിക്കുന്നു. മനുഷ്യത്വമുള്ള ഏതൊരു സാധാരണക്കാരനും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശബ്ദിക്കും. എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും തടയപ്പെടുന്നില്ല എന്ന് വിവേകമുള്ള ഏതൊരു വ്യക്തിയും സർക്കാരിനോട് ചോദിക്കും. വാസ്തവത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശം ഹിന്ദു സ്ത്രീകൾക്ക് മാത്രം സുരക്ഷിതമാക്കാൻ പോലീസിന് കഴിയില്ല. അവർക്ക് സുരക്ഷിതമായ ഒരു പ്രദേശം സൃഷ്ടിക്കാമെങ്കിൽ അത് എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിതമായിരിക്കും. സെലക്റ്റീവ് രോഷം കൊള്ളലാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഞാൻ നീതി ആവശ്യപ്പെടുകയാണെങ്കിൽ നേഹക്കും റുക്സാനക്കും അത് വേണം. പീഡിപ്പിക്കപ്പെട്ട എല്ലാ ഹിന്ദു മുസ്ലിം സ്ത്രീകൾക്കും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പോലീസ് ഇവിടെ വേഗത്തിലുള്ള അന്വേഷണം തന്നെ നടത്തണം. രാജ്യത്ത് ആവശ്യത്തിന് പോലീസ് ഓഫീസർമാരില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ പോലീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി കോടതികൾ സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ അതിവേഗ വിചാരണ നടത്തേണ്ടതുണ്ട്. ഹിന്ദുവോ മുസ്ലിമോ ആകട്ടെ, കൊലപാതകികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണം. ഇപ്പോൾ ഞാൻ ഈ BJPക്കാരെ ഇതേ കാര്യം പറയാൻ വെല്ലുവിളിക്കുന്നു. അവരുടെ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പ്രവർത്തകനോ ഇതേ കാര്യം പറയാൻ കഴിയില്ല. അവർക്കതിന് ധൈര്യമുണ്ടായില്ല. കാരണം ഇത് പറഞ്ഞാൽ അവരുടെ എൻറ്റയർ സിസ്റ്റം തകർന്നടിയും. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗമാണിത്. ഇതില്ലെങ്കിൽ അവരുടെ ബിസിനസ് പൂട്ടിപ്പോകും. ഇനി ഏതെങ്കിലും കേസിൽ BJPക്ക് പങ്കുണ്ടെന്ന് കണ്ടാൽ അവർ ഹിന്ദു സ്ത്രീ ആണെങ്കിൽ പോലും നീതി വേണമെന്ന് പറയില്ല. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഹിന്ദു സ്ത്രീയെ ഹിന്ദു പുരുഷന് കൊലപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പ്രതിക്ക് BJP ബന്ധമുണ്ടെങ്കിൽ അവരുടെ വായ തുറക്കുകയില്ല. 2019 ഡിസംബറിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണുക. ഈ
കേസിൽ അനവധി സാക്ഷികൾ ദുരൂഹമായി മരണപ്പെട്ടു. അവരുടെ പാർട്ടി പ്രവർത്തകർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പിന്തുണയുമായി അവർ റാലി നടത്തി. विधायक जी सरासर निर्दोष हैं, उनको फंसाया जा रहा है. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് IIT BHUവിൽ നിന്ന് ഒരു റേപ്പ് കേസ് പുറത്തു വന്നു. 3 പ്രതികളാണ്: കുനാൽ പാണ്ഡെ, സാക്ഷം പട്ടേൽ, പിന്നെ അഭിഷേക് ചൗഹാൻ. BJP IT സെല്ലിന്റെ വാരാണസി യൂണിറ്റിന്റെ ഭാഗമാണിവർ. JP നന്ദ, അനുരാഗ് താക്കൂർ, UP മുഖ്യമന്ത്രി ആദിത്യനാഥ് എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു. ഹിന്ദു സ്ത്രീയെക്കുറിച്ച് ആ പാർട്ടിക്ക് ആശങ്കയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. കാരണം അവരുടെ സ്വന്തം ആളുകളാണ് ഈ റേപ്പ് കേസിൽ കുറ്റക്കാരായത്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള 19-കാരിയായ അങ്കിത ഭണ്ഡാരിയുടെ കേസ് നോക്കൂ. അവർ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ റിസോർട്ടിന്റെ ഉടമ മുൻ BJP രാഷ്ട്രീയക്കാരനായ വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയായിരുന്നു. അങ്കിതയെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം. FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പെൺകുട്ടിയുടെ പിതാവിന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടേണ്ടി വന്നു. പ്രാദേശിക വാർത്താ പോർട്ടലായ ജാഗോ ഉത്തരാഖണ്ഡ് ഈ വിവാദം എടുത്തു കാണിച്ചപ്പോൾ മാത്രമാണ് ചില നടപടികളെങ്കിലും സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വാർത്താ പോർട്ടലിലെ മാധ്യമപ്രവർത്തകൻ അശുതോഷ് നേഗിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നുവെന്നാണ് കാരണം പറഞ്ഞത്. അങ്കിതയും ഒരു ഹിന്ദു ആയിരുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മെസ്സേജ് വാട്സാപ്പിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം അവർ ഒരു മാഫിയാണ് നടത്തുന്നത്. ശ്രദ്ധ വാക്കറുടെ കേസിൽ മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കുറ്റകൃത്യത്തെ അപലപിക്കുകയും കൊലപാതകയ്ക്ക് കഠിന ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നേഹ ഫയാസ് കേസിൽ പ്രതി ഫയാസിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ജുമാൻ-ഇ ഇസ്ലാം എന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. എന്നാൽ എല്ലാ വൈകുന്നേരവും നിങ്ങൾക്ക് ലഭിക്കുന്ന വാട്സ്ആപ്പ് ഫോർവേഡുകൾ ഈ വസ്തുതകളെക്കുറിച്ച് നിങ്ങളോട് പറയില്ല. കാരണം അവരുടെ ഉദ്ദേശം നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങളെ ഭയപ്പെടുന്നു. ഈ ഭയത്തിൽ നിന്നാണ് നിങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്യുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിൽ നുണകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നു. ഈ ഭയം കൊണ്ടാണ് അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे. ഒന്നാമതായി കോൺഗ്രസിന്റെ മുഴുവൻ പ്രകടന പത്രികയിൽ എവിടെയും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഉള്ള വാക്കുകൾ പരാമർശിക്കുന്നില്ല. വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ, സമ്പത്ത് പുനർവിതരണം എന്ന വാചകം ഈ പ്രകടന പത്രികയിൽ എവിടെയും കാണില്ല. വിശ്വാസമില്ലെങ്കിൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയി പ്രകടന പത്രിക പരിശോധിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ Ctrl+F ഉപയോഗിച്ചാൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന വേർഡ് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താം. എന്നാൽ അത്തരം പരാമർശങ്ങളൊന്നും നിങ്ങൾ കണ്ടെത്തുകയില്ല. പകരം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. 22 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുമെന്നും ദശലക്ഷക്കണക്കിന് ജോലികൾ നൽകുമെന്നും അവർ പറയുന്നു. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിലും സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. നരേന്ദ്രമോദി അദാനിക്ക് നൽകിയ പണം കോൺഗ്രസ് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കർഷകർക്കും യുവാക്കൾക്കും നൽകുമെന്ന്. जितना पैसा उन्होंने अरबपतियों को दिया, उतना पैसा हम गरीबों को, पिछड़ों को, दलितों को, आदिवासियों को उठा के दे देंगे. രണ്ടാമതായി അവരുടെ വാട്സ്ആപ്പ് മാഫിയ പ്രചരിപ്പിച്ച അതേ സ്റ്റീരിയോ ടൈപ്പുകൾ ലെവലേഷൻ നാണമില്ലാതെ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് മേൽ കെട്ടിവെച്ചു. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് എപ്പോഴും കൂടുതൽ കുട്ടികളുണ്ടെന്ന്. പ്രധാനമന്ത്രിക്ക് 5 സഹോദരങ്ങളില്ലേ? UP മുഖ്യമന്ത്രി ആദിത്യനാഥിനെ നോക്കൂ. അദ്ദേഹത്തിന് 3 സഹോദരന്മാരും 3 സഹോദരിമാരുമുണ്ട്. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികളുണ്ടെന്ന ധാരണ അവർ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തു. പക്ഷേ അത് തികഞ്ഞ അസംബന്ധമാണ്. കാരണം സർക്കാർ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് സ്ത്രീ സാക്ഷരതയുമായി ബന്ധപ്പെട്ടാണെന്ന് കാണാം. ലക്ഷദ്വീപിൽ ജനസംഖ്യയുടെ 96% മുസ്ലിങ്ങളാണ്. എന്നാൽ അവിടെ സ്ത്രീ സാക്ഷരത കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ഫെർട്ടിലിറ്റി നിരക്ക് കുറവാണ്. ലക്ഷദ്വീപിൽ ശരാശരി 1.4 കുഞ്ഞുങ്ങൾ മാത്രമേ ഒരു സ്ത്രീക്ക് ജനിക്കുന്നുള്ളൂ. എന്നാൽ രാജ്യവ്യാപകമായി ഈ ശരാശരി 2 ആണ്. ഇപ്പോൾ സ്ത്രീ സാക്ഷരത ഏറ്റവും കുറവുള്ള ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ജനനിരക്കിന്റെ കാര്യത്തിൽ ബീഹാർ ചാർട്ടിൽ 1-ാമതാണ്. ഇത്തരം പ്രാദേശികവൽക്കരിക്കപ്പെട്ട പിന്നോക്കമാക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ ജനനിരക്ക് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ്. ഇതിന് പ്രധാന കാരണം സാക്ഷരത ഇല്ലായ്മയാണ്. കാരണം ചരിത്രപരമായി തന്നെ മുസ്ലിങ്ങളുടെ സാക്ഷരതാ നിരക്ക് എപ്പോഴും കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലെ ജനനിരക്ക് ഏറ്റവും കുറഞ്ഞു വരികയാണ്. എന്നാൽ ഈ വസ്തുതകളിൽ പ്രധാനമന്ത്രി മോഡിക്ക് ആശങ്കയുണ്ടോ? അദ്ദേഹത്തിന് ഒരു ഫണ്ട മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാ ഹിന്ദുക്കളോടും നമ്മൾ ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യഥാർത്ഥ വാർത്തകളെ ഇല്ലാതാക്കി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ. ശ്രദ്ധ വാക്കർ
ജുൾഫിക്കറിന്റെ കേസിൽ ആ കൊലപാതകത്തെ ന്യായീകരിച്ച ഒരു ലോക്കൽ ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിക്കുന്ന റാഷിദ് ഖാൻ എന്ന പേരുള്ളയാളെ പറ്റി റിപ്പോർട്ട് വന്നിരുന്നു. പോലീസ് അയാൾക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് കണ്ടെത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ വികാസ് കുമാർ എന്നായിരുന്നു അയാളുടെ പേര്. റാഷിദ് ഖാൻ എന്ന പേരിൽ വേഷം കെട്ടിവരികയായി. ഇതുപോലൊരു മറ്റൊരു സംഭവത്തിൽ റസിയ ബാനു എന്ന യൂസർ നെയിമുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പോസ്റ്റ് വൈറലായിരുന്നു. ഈ പോസ്റ്റിൽ ഹിന്ദു സ്ത്രീകൾക്കെതിരെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രതികാര നടപടിയായതിനാൽ അതിൽ കുഴപ്പമില്ലെന്ന് ന്യായീകരിക്കുന്നതാണ് കണ്ടത്. ഇതിനെതിരെ ചില ഹിന്ദു അക്കൗണ്ടുകൾ രോഷാകുലരായിക്കൊണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ നമ്മളെ ഇത്രയധികം വെറുക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ ഇത് ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ യൂസർ നെയിം തന്നെ തെറ്റാണെന്ന് കണ്ടെത്തി. അത് റസിയ അല്ലായിരുന്നു, റാജിയ ആയിരുന്നു. പ്രൊഫൈൽ ചിത്രം മറിച്ചു നോക്കിയപ്പോൾ പവൻ ശർമ്മ എന്നയാൾ റാജിയ എന്ന യൂസർ നെയിമിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു. ഇയാളുടെ മറ്റൊരു പോസ്റ്റ് പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്തിനാണ് പേര് മാറ്റിയെന്ന് ചോദിച്ചാരോ കമന്റ് ഇട്ടു. അപ്പോൾ അയാൾ സ്മൈലികൾ ഇട്ട് റീപ്ലൈ നൽകി. പവൻ മുസ്ലിം ആകുമോ എന്ന് മറ്റൊരാൾ കമന്റ് ഇട്ട് ചോദിച്ചു. പവൻ മറുപടി പറഞ്ഞു, കാത്തിരുന്നു കാണുക എന്ന്. ചില ആളുകൾ വളരെ അന്ധമായ വിദ്വേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർ തങ്ങളുടെ വിദ്വേഷത്തെ പിന്തുണയ്ക്കുന്നതിനായി കെട്ടുകഥ ഉണ്ടാക്കുകയും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ബജ്റംഗ് ദളിന്റെയും ഹിന്ദു മഹാസഭയുടെയും അംഗങ്ങൾ പോയി പശുക്കളെ കൊന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾ ആരാധിക്കുന്ന പശുക്കളെ കശാപ്പ് ചെയ്തതിന് ഒരു മുസ്ലിമിനെ കുറ്റപ്പെടുത്താനായിരുന്നു ഇത്. ഇതവരുടെ സ്ട്രാറ്റജിയാണ് സുഹൃത്തുക്കളെ. നാട്ടിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകളുടെ എണ്ണം നമുക്ക് വിശ്വസിക്കാനാവുന്നതിലും അധികമാണ്. അഭിഷേക് കുമാർ എന്ന മോഡിക്ക പരിവാർ എന്ന അഭിമാനിക്കുന്ന ഒരാൾ പങ്കുവച്ച ഈ വീഡിയോ നോക്കൂ. വീഡിയോയിൽ ചില പെൺകുട്ടികൾ ഒരാളുടെ പിന്നാലെ ഓടുകയും വടികൊണ്ട് അടിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ എവിടെയാണ് ചിത്രീകരിച്ചതെന്ന് തനിക്കറിയില്ലെന്നും എന്നാൽ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദികളെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം എഴുതുന്നു. ഈ വീഡിയോയുടെ ഉറവിടം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2018 ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നത്. പെൺകുട്ടികളെ ശല്യം ചെയ്തതിന് കപിൽ ചൗഹാൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. ഇവിടെ ഞാൻ മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തവരാണെന്ന് പറയുന്നില്ല, ഉണ്ടാവും. ഹിന്ദു പേരുകൾക്ക് പിന്നിൽ തങ്ങളുടെ വ്യക്തിത്വം മറച്ചുവെച്ച് ഹിന്ദു പെൺകുട്ടികളെ കൊടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാവാം. 2022 ജൂലൈയിൽ പുറത്തു ഉത്തർപ്രദേശിലെ അസംഗഡിൽ നിന്നുള്ള ഈ കേസ് പോലെ, അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ തെറ്റ് ചെയ്ത മുസ്ലിങ്ങളുമുണ്ട്. പശ്ചിമ ബംഗാളിലെ ഈ കേസ് പോലെ ഇവിടെ ഒരു മുസ്ലിം ആയവൻ അമ്പലത്തിന് മുന്നിൽ മൂത്രമൊഴിച്ചു. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രമസമാധാനം എപ്പോഴും ഉണ്ടാവണമെന്നാണ്. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണം. എന്നാൽ കഥയുടെ ഒരു വശം മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്നാൽ ഈ വിദ്വേഷം പ്രചരിപ്പിക്കൽ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, BJPക്കെതിരെ ശബ്ദമുയർത്തുന്ന ആരായാലും അവർക്കെതിരെ സമാനമായ പ്രചാരണങ്ങൾ നടക്കുന്നു. കോൺഗ്രസിന്റെ ഉദാഹരണം എടുക്കാം. കോൺഗ്രസ് നേതാവ് റഷീദ് അൽവി രാമഭക്തരെ പിശാചുക്കൾ എന്ന് വിളിച്ച ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്സാപ്പിൽ മാത്രമല്ല പല വലതുപക്ഷ മാധ്യമ സ്ഥാപനങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു. After Salman Khurshid, another Congress leader sparks a row. Congress Neta Alvi compares those chanting Ram Bhakts to demons. राशिद अलवी साहब ने बोला कि ये जो जय श्री राम बोलते हैं ये सब राक्षस है. എന്നാൽ ഇത് തികച്ചും തെറ്റായ വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ റാഷിദ് അൽവി പറഞ്ഞത് രാമായണത്തെക്കുറിച്ചാണ്. മേഘനാഥനുമായി യുദ്ധം ചെയ്ത് ലക്ഷ്മണൻ അബോധാവസ്ഥയിലാവുകയും ഹനുമാൻ അദ്ദേഹത്തിനു വേണ്ടി മൃതസഞ്ജീവനി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ രാവണൻ ഋഷിവേഷം ധരിച്ച ചില രാക്ഷസന്മാരെ അയക്കുന്നു. ഈ ഭൂതങ്ങൾ ജയ് ശ്രീറാം ജപിച്ചു. ആൽവി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ആളുകൾ റാം എന്നാണ് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ അസുരന്മാരാണ് എന്നാണ്. वो अप्सरा बन जाती है और वो हनुमान जी से कहती है, हनुमान क्यों वक्त खराब कर रहे हो? तुम्हें तो सूरज निकलने से पहले जाना है संजीवनी बूटी लेकर. और ये जो सामने बैठा है जय श्री राम कह रहा है, मुनि नहीं, ये निश्चर घोरा, ये मुनि नहीं है, ये तो घोर राक्षस है. मैं आपसे बस इतनी बात कह के अब आपसे विदा लूंगा कि आज भी बहुत लोग जय श्री राम का नारा लगाते हैं, वो सब मुनि नहीं, वो निश्चर है. ഇത് BJPക്കാർക്കും അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന മനഃപൂർവ്വം കട്ട് ആൻഡ് എഡിറ്റ് നടത്തി കോൺഗ്രസ് മുസ്ലിങ്ങൾക്കൊപ്പമാണെന്നും ഹിന്ദുക്കൾക്ക് എതിരാണെന്നും വരുത്തി തീർത്തു. രാവേഷ് കുമാറിനെതിരെയും സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മുമ്പ് ഡൽഹി കലാപത്തിനിടെ ഷാറൂഖ് എന്നയാൾ വെടിയുതിർത്തിരുന്നു. എന്നാൽ അന്ന് വാട്സാപ്പിൽ പ്രചരിപ്പിച്ച ക്ലിപ്പിലെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: റാവിഷ് കുമാർ ടെററിസ്റ്റ് ഷാറൂഖിനെ രക്ഷിക്കാൻ അദ്ദേഹത്തെ ബ്രാഹ്മണനായ അനുരാഗ് മിശ്രയായി അവതരിപ്പിച്ചു. ഒറിജിനൽ എഡിറ്റ് ചെയ്യാത്ത വീഡിയോയിൽ റാവിഷ് കുമാർ പറയുന്നത് ആ വെടിയുതിർത്തയാളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് പോലീസ് വ്യക്തത വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. ഇതിനുശേഷം ഒരു NDTV റിപ്പോർട്ടർ പോലീസിനോട് സംസാരിക്കുകയും ഈ മനുഷ്യന്റെ പേര് ഷാറൂഖ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. नाम को लेकर कोई स्पष्टीकरण आया है कि नाम क्या है?
शाहरुख नाम है उसका। കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് നിരവധി എപ്പിസോഡുകൾ ചെയ്ത രാവിഷ് കുമാർ ഒരിക്കലും കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു നുണ. 12 വർഷം മുമ്പ് തുടങ്ങി ഈ അടുത്ത് 3 മാസം മുമ്പ് വരെ അദ്ദേഹം ആ വിഷയം ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യവുമില്ല. ആ ആളുകൾ വാട്സാപ്പിൽ മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി എന്തും പറയും. കോൺഗ്രസിനെതിരെ ഒരിക്കലും സംസാരിക്കാറില്ല എന്നതാണ് അദ്ദേഹത്തിനെതിരായ മറ്റൊരു ആരോപണം. എന്നാൽ 2014 മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് നോക്കൂ. അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ വിമർശിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാം. पिछले अगस्त में अयाज झांसवी के शेर से जवाब दिया था, तब कोयला घोटाले के आरोपों की आंच उनकी सरकार पर आ रही थी। 7 महीने बाद मनमोहन सिंह ने उन सवालों का जवाब दिया या अपनी आबरू के लिए खामोशी तोड़ी है। एस्बेस्टस के इसी तरह के हजारों कमरे गांव की जमीन पर बना दिए गए और मजदूरों को बोरी में आलू की तरह इनमें ठूंस कर रख दिया गया। അവർ എന്നെക്കുറിച്ചും ഇത്തരം നുണകൾ പ്രചരിപ്പിച്ചു. ഈ വാട്സാപ്പ് മെസ്സേജ് നോക്കൂ. അവർ ഈ മെസ്സേജ് അവരുടെ ഗ്രൂപ്പുകളിലേക്ക് എണ്ണമറ്റ തവണ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിന്ദു അല്ലെന്ന് അവർ എഴുതുന്നു. എന്റെ പേര് ധ്രുവറാഠി എന്നല്ല, ബദറുർ റഷീദ് എന്നാണ് എന്റെ യഥാർത്ഥ പേരെന്നും, മാത്രമല്ല ഭാര്യ ജൂലി പാകിസ്ഥാനിയാണെന്നും അവർ അവകാശപ്പെടുന്നു. താഴെ പടച്ചുവിട്ട അസംബന്ധം നോക്കൂ. പാകിസ്ഥാൻ പട്ടാള ബന്ധം, ISI, അമേരിക്ക, ദാവൂദ് ഇബ്രാഹിം ബന്ധം, അനവധി സാങ്കല്പിക കഥകൾ. ഇത് കണ്ട് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളും ചിരിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ അജണ്ട നിങ്ങൾ നോക്കണം. BJP ക്കെതിരെ സംസാരിക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയെങ്കിലും മുസ്ലിമായി അല്ലെങ്കിൽ പാകിസ്ഥാനിയായി അവതരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാരണം ഹിന്ദുക്കളിൽ ഭയം ജനിപ്പിക്കാനുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. അവർക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ വിമർശിക്കുന്നയാൾ ഹിന്ദു ആണെങ്കിൽ പോലും ആ വ്യക്തി ഹിന്ദു അല്ലെന്ന് അവർ പറയും. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഹിന്ദുക്കളല്ല, അവർ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട അനുയായികളോട് കാണിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അനുയായികളാവട്ടെ ഇവർ പ്രചരിപ്പിക്കുന്ന നുണകൾ ഡബിൾ ചെക്ക് ചെയ്യുന്നു പോലുമില്ല. ഇനി ഈ ട്വീറ്റ് നോക്കൂ. ഇതിൽ പറയുന്നത് എന്റെ ഫാദറിനിലോ പാകിസ്ഥാൻ പൗരനാണെന്നും ജൂലി അവരുടെ ഏക മകളാണെന്നുമാണ്. എന്നാൽ അവർ എന്റെ വ്ളോഗുകൾ ഒരിക്കലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ജൂലി ഏക മകളല്ലെന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. പറഞ്ഞു വരുന്നത് ഇതാണ്, വിശ്വസനീയമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം. പക്ഷേ മാഫിയകളാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യം. അവരുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ വായിക്കുന്ന ആളുകൾ ഈ അടിസ്ഥാനരഹിതമായ കഥകൾ സന്തോഷത്തോടെ വിഴുങ്ങുമ്പോൾ യുക്തിഭദ്രമായ നുണക്കഥയുണ്ടാക്കാൻ അവർ എന്തിന് സമയം കളയണം? വാട്സാപ്പ് മാഫിയയുടെ 3ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആളുകളിൽ അവരുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന തരത്തിലാണ് ഭയം ജനിപ്പിക്കുന്നത്. ഇക്കാരണത്താൽ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ അവബോധം പ്രചരിപ്പിക്കൽ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിഡ്ഢികളാവുന്നത് ഹിന്ദുക്കളായവരാണ്. ഈ വാട്സാപ്പ് മാഫിയയുടെ 2 വകുപ്പുകൾ കൂടിയുണ്ട്. വരും വീഡിയോകളിൽ നമുക്ക് അവയും ആഴത്തിൽ മനസ്സിലാക്കാം. പക്ഷെ അതുവരെ ബോധവൽക്കരണം നിർത്തരുത്. നമ്മുടെ പോരാട്ടം രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനാണ്, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ. ഇപ്പോഴും നിങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്വേച്ഛാധിപത്യം ഇല്ല എന്നും എല്ലാം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും കരുതുന്നെങ്കിൽ ഏതാനും ദിവസം മുമ്പുള്ള ഈ വാർത്ത നോക്കുക. സൂറത്ത് ലോക്സഭാ സീറ്റിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കുകയും ബാക്കിയുള്ള 8 സ്ഥാനാർത്ഥികൾ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പത്രിക പിൻവലിക്കുകയും ചെയ്തു. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP ഈ സീറ്റിൽ വിജയിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ? സൂറത്തിൽ താമസിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ ജനാധിപത്യ അവകാശങ്ങളാണ് ഇവിടെ അപഹരിക്കപ്പെട്ടത്. ഇത് മാത്രമല്ല, അരുണാചൽ പ്രദേശിലും സമാനമായ ചിലത് സംഭവിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP 10 സീറ്റുകൾ നേടിയിട്ടുണ്ട്. പിന്നെ ഈ വാർത്ത നോക്കൂ. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് അറിഞ്ഞെടുത്ത് അവർ MCD തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിച്ചില്ല. ഇതിനു മുമ്പ് ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിലും BJPയെ വിജയിപ്പിക്കാൻ ബോധപൂർവം തട്ടിപ്പിന് ശ്രമിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലായോ? നേരത്തെ ചണ്ഡീഗഡിൽ നടന്നത് ഇന്ന് സൂറത്തിൽ സംഭവിച്ചത്. ഇങ്ങനെ ജയിക്കാൻ അനുവദിച്ചാൽ നാളെ ഇന്ത്യ ഒട്ടാകെ സംഭവിക്കും. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പൊള്ളയായ വാക്കുകളാണ്. നമ്മുടെ രാജ്യം ഈ ദിശയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ 1 നേഷൻ 0 ഇലക്ഷനിൽ എത്തും. തിരഞ്ഞെടുപ്പിന് മുമ്പും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കൊണ്ടേയിരിക്കും. തിരഞ്ഞെടുപ്പുകൾക്ക് അർത്ഥമില്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് മറ്റൊരവസരം ലഭിക്കാനിടയേയില്ല. 3 സ്റ്റെപ്പുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്റ്റെപ്പ് 1, ധ്രുവറാഠി എന്ന വാട്സ്ആപ്പ് ചാനലിൽ ചേരുക. നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറിയോ ജോയിൻ ചെയ്യാം. ചാനലിൽ ചേർന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. 100 കോടി ജനങ്ങളിലേക്ക് സത്യമെത്തിക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളികളാവുക. അവരുടെ വാട്സാപ്പ് മാഫിയയെ തകർത്ത് വാട്സാപ്പിൽ സത്യത്തിന്റെ വിപ്ലവം നമ്മളെല്ലാവരും കൊണ്ടുവരും. സ്റ്റെപ്പ് 2, നമ്മൾ വോട്ട് ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുക. ഈ മെസ്സേജ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ കഴിയുന്നത്ര അവബോധം ഉണ്ടാക്കുക. വീഡിയോകൾ നിർമ്മിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കമ്മ്യൂണിറ്റികളിലും തെരുവുകളിലും ചെന്ന് നമ്മുടെ രാജ്യം ഇപ്പോൾ അപകടത്തിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്ര ആളുകളോട് പറയുക. ഇത്രയും പറഞ്ഞ് ധ്രുവ് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്നറിയില്ല,
പക്ഷേ ഒരു കാര്യം അറിയാം, നിശബ്ദനാവാതിരുന്നതിന് എനിക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നു, സാധ്യമായതെല്ലാം ചെയ്യുന്നു. ജയ് ഹിന്ദ്.